ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനെന്താ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് നല്ല ചൂട് കാലാണ്. അപ്പോൾ നമുക്കൊരു ജ്യൂസ് കുടിക്കണം എന്നൊക്കെ എപ്പോഴും എല്ലാവർക്കും തോന്നൂലോ. അതാണ് ഞാനിന്ന് ഇങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല, ചക്കരക്കിഴങ്ങ് വെച്ചിട്ടാണല്ലോ ഞാൻ ഉണ്ടാക്കുന്നത്. ചക്കരക്കിഴങ്ങിലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫൈബർ അടങ്ങിയിരിക്കുന്നുണ്ട്. അതേപോലെ വിറ്റാമിൻ എ നന്നായി അടങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ പൊട്ടാസ്യം നന്നായി അടങ്ങിയിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഗുണങ്ങളും ഉള്ളതാണ് നമ്മുടെ ഈ ചക്കരക്കിഴങ്ങ്. അപ്പം അത് വെച്ചിട്ടാണെന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജ്യൂസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ ചക്കരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് അത്ര എടുത്തിട്ടുണ്ട്. ഇത് വെള്ള കളറിലും ഉണ്ടാവും, ഇങ്ങനെ ഈ കളറിലും ഉണ്ടാവും ചക്കരക്കിഴങ്ങ്, ചുവപ്പ് കളറിലും ഉണ്ടാവും. എനിക്ക് ഇപ്രാവശ്യം പോയപ്പോൾ ഈ കളറിലുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. അതാണ് ഈ കളർ കേട്ടോ. അപ്പോൾ ഇത്രയും ചക്കരക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. മധുരക്കിഴങ്ങ്, പിന്നെ ഞാനൊരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. തിളപ്പിച്ചിട്ട് തണുത്തിട്ടുള്ള പാലാണ്, ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തിട്ടുള്ള പാലാണിത്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് തേനാണ് ഉപയോഗിക്കുന്നത്. അത് പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ഉപയോഗിക്കാൻ, ഞാനിവിടെ തേനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് കസ്കസ് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളെ നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. നമുക്ക് എന്നാലും ഇനി ചക്കരക്കിഴങ്ങൊന്ന് പുഴുങ്ങാൻ വേണ്ടി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലിട്ട് കൊടുക്കട്ടെ. നന്നായി കഴുകി വെച്ചതാണ് കേട്ടോ ചക്കരക്കിഴങ്ങ്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 വിസിൽ അടുപ്പിച്ച് കൊണ്ടുവരാം. നമുക്ക് ഈ കസ്കസിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചക്കരക്കിഴങ്ങ് ഞാനിവിടെ പുഴുങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ തോല് കളഞ്ഞു കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ചുവപ്പ് കളറായിട്ടുള്ള, ചുവപ്പിന് റോസ് കളറായിട്ടുള്ള ചക്കരക്കിഴങ്ങ് ഉണ്ടാവും, മഞ്ഞ കളറായിട്ടുള്ളത് ഉണ്ടാവും. കേട്ടോ, ഇത് നമുക്ക് മഞ്ഞയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാനിതിൻ്റെ തോല് കളഞ്ഞിട്ട് മിക്സിയിൽ ഇട്ട് കൊടുക്കട്ടെ. അത് ഓഫാക്കിക്കോ. ഇതേപോലെ നമുക്ക് ഇതെല്ലാതും കൂടി തോല് കളഞ്ഞെടുക്കാം. നമുക്കിനി ഇത് ചെറുതാക്കി നുറുക്കിയിട്ട് ഇതിലിടാം. നമുക്ക് എന്നാലിനി ജ്യൂസ് അടിക്കാൻ നോക്കാം. ഞാൻ ചക്കരക്കിഴങ്ങൊക്കെ ഇതിൽ നുറുക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് ഞാൻ വെച്ചിട്ടുണ്ടെന്ന്, അതങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ മധുരത്തിന് നമ്മൾ തേനാണല്ലോ എടുക്കണത്. പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര എടുക്കാം കേട്ടോ. ഞാനിവിടെ തേനാണ് എടുക്കണത്. ഇനി നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് അവിടെ അടിച്ചെടുക്കാം. നമുക്കിത് എന്തുണ്ട് അടിച്ചെടുക്കാം. നമുക്കിനി ഈ പാലും കൂടി ഒഴിച്ചിട്ട്, ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി നമുക്കിവിടെ അരച്ചെടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് ഒഴിച്ചാലാണല്ലോ നല്ലോണം ഇവിടെ അരഞ്ഞ് കിട്ടുള്ളൂ. ഇനി ഇത് ബാക്കിയുള്ള പാലും കൂടി ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇത് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ജ്യൂസൊക്കെ അടിക്കൽ കഴിഞ്ഞു. കണ്ടില്ലേ? ഇനി ഒന്നും കൂടി ലൂസാക്കണം എന്നുണ്ടെങ്കിൽ ലൂസാക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി പാലൊഴിച്ച് കൊടുത്തിട്ട് നമ്മളാക്കിയാൽ മതി. അത് നമുക്ക് ലൂസാക്കിയിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയാവാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഞാനൊരു കുറച്ചൊരു കട്ടിയായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ? ഈ ഒരു കട്ടിയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഞാൻ കസ്കസ് വെച്ചിട്ടുണ്ടല്ലോ, അത് കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഈ ഗ്ലാസ്സിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം.
നല്ല ഒരു ജ്യൂസാണ് ഇട്ടത്. നമുക്ക് നല്ല ചൂട് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അത് മാത്രമല്ല ദേഹത്തിനും വളരെ വളരെ നല്ലതാണ്. ഇനി ലൂസാക്കണമെങ്കിൽ വേണമെങ്കിൽ ലൂസാക്കാം, ഇത് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ കഴിക്കാം. ഒക്കെ നമ്മളെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഓഫാക്കിക്കൊണ്ടു. ഏതായാലും ഉണ്ടാക്കിയതല്ലേ, നമുക്ക് ഞാനൊന്ന് ടേസ്റ്റ് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ ആ ചക്കരക്കിഴങ്ങ് മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ എത്ര കൊണ്ട് ഉണ്ടാക്കണോ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. ഞാൻ എന്താ വെച്ചാൽ ഒരു പാക്കറ്റ് 500 ml ഒരു പാക്കറ്റ് പാലാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പം അതിനുള്ള ചക്കരക്കിഴങ്ങ് ഞാൻ അന്ന് 3 കഷ്ണം വെച്ചിട്ടുണ്ട്. അതിൽ 2 കഷ്ണം ചക്കരക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ. അങ്ങനെ നമ്മുടെ ചക്കരക്കിഴങ്ങ് ജ്യൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ പാല് നല്ല തണുത്ത പാലായത് കാരണമാണ് ഞാൻ പിന്നെ ഐസ് ക്യൂബ് ഒന്നും ഇടാതിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബൊക്കെ ഇതിലിട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. പിന്നെ വളരെ ദേഹത്തിന് നല്ലതാണ്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഏലക്കായുടെ ഇത് ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഭയങ്കര ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. അപ്പോൾ നമുക്ക് എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.